രാഹുൽ ഗാന്ധിക്കും മറ്റു കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെയുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോതമംഗലത്ത് പ്രകടനവും ധർണയും നടത്തി. കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികൾ സംയുക്തമായാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കോതമംഗലത്ത് പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും എംപിമാർക്കും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെയുള്ള പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. കോതമംഗലത്ത് കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നിന്നാണ് പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. പ്രകടനം ചെറിയ പള്ളിക്ക് സമീപം എത്തിയപ്പോൾ പ്രതിഷേധ യോഗം ആരംഭിച്ചു. കോതമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷമീർ പനക്കന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. KPCC അംഗം AG ജോർജ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി തുലച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിവരെ കോൺഗ്രസ് സമരം തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പരീക്ഷ വിറ്റിനുള്ള കിട്ടുന്ന കാശിന്റെ ഏറ്റവും പ്രധാനിയായ വിദ്യാഭ്യാസ മന്ത്രിയുള്ള എതിർപ്പാണ് നമുക്ക് നേരത്തുള്ളത്. അദ്ദേഹം രാജിവെച്ച് ഈ സമരം തീരൂ എന്ന് അസന്നിഗ്ധമാക്കി നമ്മുടെ നേതാവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം രാജിവെക്കുന്നവരെ ഈ സമരം മുന്നോട്ട് തന്നെ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേതാക്കളായ ബാബു ഏലിയാസ്, KP ബാബു, അബു മൊയ്തീൻ, KJ ബോബൻ, ജെസി സാജു, PAM ബഷീർ, PK ചന്ദ്രശേഖരൻ നായർ, വിജോയ് P ജോസഫ്, MA കരീം, നജീബ് ബിസട്ട്, PR അജി, അനൂപ് ജോർജ്, അനൂപ് എട്ടൻ, അരുൺ അയ്യപ്പൻ, MV റെജി, വിനീഷ് സെബാസ്റ്റ്യൻ, ഷാജി കൊറ്റനക്കോടൻ, രാജു എബ്രഹാം, ജോഷി പൊട്ടക്കൽ, ജോർജ് വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിലും CBSE പരീക്ഷ അട്ടിമറിയിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഡൽഹി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധി ഉൾപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് നടപടി ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.